വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ് ദ റിപ്പിൾ എഫക്റ്റ്. ഇന്നത്തെ നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അനു ഒരു IT കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അവളിപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആയ പിന്നെ അവളുടെ രാവിലത്തെ ഒരു 1-2 മണിക്കൂർ സോഷ്യൽ മീഡിയ അങ്ങ് വിഴുങ്ങും. അനു രാവിലെ എണീക്കുന്നതും ആദ്യം അന്വേഷിക്കുന്നത് അവളുടെ ഫോണായിരിക്കും. അത് കയ്യെത്താ ദൂരത്ത് ഇങ്ങനെ കിട്ടിയില്ലേ പിന്നെ ആകെ മൊത്തം ഒരു ടെൻഷനാണ്. അങ്ങനെ പോകെ പോകെ അവളുടെ സമയം പോകുന്നതും പ്രൊഡക്ടിവിറ്റി കുറയുന്നതും ആൻസൈറ്റി കൂടി വരുന്നതും ഒന്നും അവൾ കാര്യമാക്കാതായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ അവൾ എണീറ്റ് വന്ന് ഫോൺ നോക്കിയപ്പോൾ ഫോൺ ഓൺ ആവുന്നില്ല. അവൾക്കാണെ ആകെ മൊത്തം ടെൻഷനായി. അവളുടെ മൈൻഡ് മുഴുവനും അപ്പം മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻസും സോഷ്യൽ മീഡിയയിലെ അപ്ഡേറ്റ്സ് ഒക്കെ മിസ്സാവുന്നതായിരുന്നു. പെട്ടെന്ന് അവൾ പുതിയൊരു ഫോൺ ഓർഡർ ചെയ്യാൻ വേണ്ടി അമ്മയുടെ ഫോൺ വാങ്ങി ഒരെണ്ണം ഓർഡർ ചെയ്തു. പക്ഷെ അതിനിയും വരാനൊരു 5 ദിവസമെങ്കിലും പിടിക്കും. അത്രയും ദിവസം ഇനി എന്ത് ചെയ്യും എന്നായിരുന്നു അവളുടെ പേടി. ആദ്യത്തെ ദിവസം ഫുള്ള് അവൾ അവളുടെ റൂമിലിരുന്ന് TV കണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തും അങ്ങ് തീർത്തു. പിന്നെ അടുത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ റൂമിൽ തന്നെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ പതുക്കെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരുമൊക്കെ ഇട്ടൊന്ന് സംസാരിച്ചു. പിന്നെ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ടൊക്കെ വന്നു. ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അങ്ങനെ 4 ദിവസമായപ്പോഴത്തേക്കും അവളുടെ മൈൻഡൊക്കെ ഒന്ന് കാമായി. കുറേ നാളുകൾക്ക് ശേഷം അവളൊന്ന് ഫ്രീ ആയ പോലെയും മൈൻഡൊന്ന് സ്ലോ ഡൗൺ ആയ പോലെയൊക്കെ അവൾക്ക് ഫീൽ ചെയ്തു. അന്ന് നൈറ്റ് അവളൊന്ന് നല്ലതുപോലെ ചിന്തിച്ചു. നെക്സ്റ്റ് ഡേ പുതിയ ഫോൺ വന്നു. പക്ഷേ ഇത്തവണ സ്ക്രീൻ ടൈം കുറയ്ക്കാനും സോഷ്യൽ മീഡിയയിൽ ചിലവാക്കി കളയുന്ന ടൈം കുറച്ചെങ്കിലും അവൾക്ക് വേണ്ടി മാറ്റിവെക്കാനും അവൾ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡിജിറ്റൽ ഡീറ്റോക്സിനെ പറ്റിയാണ്. നമ്മളൊരു ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു എൻലെസ് സ്ക്രോളിങ്ങും അവേഴ്സ് ഓഫ് സ്ക്രീൻ ടൈമും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ഇതൊക്കെ. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ചിലർക്കെങ്കിലും ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടാവാം. തോന്നിയിട്ടും പറ്റാത്തവരുണ്ടാവാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ട്രൈ എ ഷോർട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് വിത്ത് മീ. ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട് അബാൻഡൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് ടെക്നോളജി വളരെയാണ്, നമ്മളും അത് അറിഞ്ഞ് തന്നെ വേണം ജീവിക്കാൻ. ബട്ട് വാട്ട് ഐ എം സെയിങ് ഈസ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ഒരു ടൈമർ സെറ്റ് ചെയ്യാം, റിമൈൻഡർ സെറ്റ് ചെയ്യാം. അതുപോലെ ഒരു ഒരു പർട്ടിക്കുലർ സപ്പോസ് 1 hour വല്ലതും സെൽഫ് കെയറിന് വേണ്ടി മാറ്റി വെക്കാം. അതുപോലെ ചെറിയ ചെറിയ രീതിക്ക് ഈ ഒരു എൻഡ്ലെസ് സ്ക്രോളിങ് കുറയ്ക്കാവുന്നതാണ്. ഇന്ന് തൊട്ട് ഒരു 7 ദിവസത്തേന് ഞാനൊരു ചാലഞ്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയാസിന് എല്ലാം 1 hour ലിമിറ്റ് വെക്കാൻ പോവാണ്. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ട്രൈ ദിസ് ചാലഞ്ച് വിത്ത് മീ ടു ഫൈൻഡ് സം ടൈം ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ടൈം കുറച്ച് മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ ആര് വയ്ക്കാനാ? അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.